മട്ടത്തോട് SLC എക്സാമിനേഷൻ ചീഫ് സൂപ്രണ്ട് മധുരൻ സാർ, HM കൂടെയായ സാർ, ഡെപ്യൂട്ടി ചീഫ് ലത ടീച്ചർ, എൻ്റെ കൂടെ ഇന്ത്യയിലെ സൈക്കോളജി ചെയ്യുന്ന JC സിസ്റ്റർ, വസന്ത ടീച്ചർ, മറ്റു ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫ്, മറ്റ് അധ്യാപകരെ എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു. ഞാനിന്ന് ഇതുപോലെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കിന്ന് സ്ക്രൈബിൻ്റെ ക്ലാസ്സിലായിരുന്നു ഡ്യൂട്ടി. അപ്പം വലിയ പണികളില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു എന്ത് പറയണമെന്ന്. ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ടീച്ചറിൻ്റെ ഇടപെടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒന്ന്, ടീച്ചർ 29 വർഷമായി അഗളി സ്കൂളിൽ ഒരേ ബസ്സിൽ രാവിലെ 8:30 എത്തുന്ന ആളാണ്. 29 വർഷം ഒരേ ബസ്സിലാണ് എത്തിയത്, രാവിലെ എത്തുന്ന ആളാണ്. അതാണ് ഏറ്റവും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ടീച്ചറിനെ പറ്റി പറയാനുള്ളത്. ഞാൻ 12 വർഷമായി ടീച്ചറെ കാണുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ടീച്ചറിനെ തൻ്റെ അധ്യാപന ജോലിയിൽ മടുപ്പോ വെറുപ്പോ അല്ലെങ്കിൽ ടയർഡ്നെസ്സോ ഒന്നും തോന്നിയിട്ടില്ല ഒരു ജോലിയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീച്ചർ രാവിലെ 8:30 ആകുമ്പോൾ ഫസ്റ്റ് ആളായിട്ട് ടീച്ചറാണ് എത്തുക. 29 വർഷം RSR എന്ന് പറയുന്ന ബസ്സിലാണ് പോയിട്ടുള്ളത്. ആ RSR ബസ്സിൽ തന്നെ ഇത് പറയുന്നുണ്ട്, സ്കൂളിൽ അവരും അതൊരു സെറ്റപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത പെർഫെക്ഷനാണ്. ടീച്ചർ എന്ത് ജോലി ചെയ്താലും ടീച്ചർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ മട്ടത്താവക്കാട് സ്കൂളിൽ ടീച്ചർ 4 തവണ ഡെപ്യൂട്ടിയായിട്ട് വന്നിട്ടുണ്ട്. 2 വർഷം സാറ് കിട്ടുള്ളത്, മുമ്പ് 2 വർഷം ഇവിടെ ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടീച്ചറിൻ്റെ പ്രത്യേകത ടീച്ചർക്ക് പെർഫെക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ആര് എന്തൊരാവശ്യം പറഞ്ഞു ചെന്നാലും അത് ഫൈനാൻഷ്യൽ ആയാലും അല്ലാതെ മറ്റ് സാങ്കേതിക സഹായങ്ങളായാലും ആര് പോയി ടീച്ചറോട് ചോദിച്ചാലും ടീച്ചർ നോ പറയുന്നു. ടീച്ചറെ കഴിയുന്ന സഹായം ടീച്ചർ പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. എല്ലാവരെയും സഹായിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കനിവിൻ്റെ ഉറവിടം തന്നെ പറയാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ ടീച്ചറിൻ്റെ സഹായം എത്തുക. അത് എല്ലാ രീതിയിലും ഒന്നുകിൽ വാക്കുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ ആയിരിക്കാം. അതുപോലെ ഫൈനാൻഷ്യൽ ആയാലും എന്തൊരാവശ്യം ഇപ്പോൾ നമ്മളൊരു കടം ചോദിച്ചാലും ടീച്ചർ ഒരു മടിയും പറയുന്നു, ഉടനെ എടുത്തു കൊടുക്കും. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു ദിവസം ലീവ് എടുത്താലും അല്ലെ രോഗമായാലും അല്ലെ ഒരു മരണമായാലും ടീച്ചർ ഫസ്റ്റ് ആളായി എത്തിയിരിക്കും. എത്താൻ പറ്റിയില്ലെങ്കിൽ അവരെ വിളിക്കും. 2 ദിവസം വരെ ലീവ് എടുത്താൽ കൂടെ ടീച്ചർ വിളിക്കും. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ, ഞങ്ങൾ വലിയ സ്കൂളാണല്ലോ, ഏകദേശം 100ഓളം സ്റ്റാഫുണ്ട്. അങ്ങനെ 1-2 പേരിൽ മാത്രമേ ഞാൻ ആ പ്രത്യേകത കണ്ടിട്ടുള്ളൂ. അതുപോലെ ടീച്ചർക്ക് പണം ചെലവഴിക്കുന്നതിൽ മറ്റൊരാളുടെ കൂടെ പോകുമ്പോൾ വരുമ്പോൾ ഒരു മടിയില്ല. എന്നാൽ അവരെടുക്കട്ടെ ഇവരെടുക്കട്ടെ അങ്ങനൊന്നും ചിന്തയില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ ആ ക്ലാസ്സിൽ ഇരുന്ന് കണ്ടുപിടിച്ച ലത ടീച്ചറിൻ്റെ ആ ലത എന്ന വാക്കിൻ്റെ പേരിൻ്റെ ഓരോ അക്ഷരത്തിനും ഞാൻ എൻ്റേതായിട്ടുള്ള ഓരോ നാമവിശേഷണം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പറയാം. L for love, A for again. Again എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നമ്മളെ പാഠം പഠിപ്പിക്കുന്നുണ്ട്, ചുറുചുറുക്കുള്ള ആക്റ്റീവ് എന്നാണ്. ടീച്ചിങ്, ടീച്ചർക്ക് ടീച്ചിങ് ആണ് ടീച്ചറിൻ്റെ മെയിൻ ലക്ഷ്യം. അതുപോലെ തന്നെ ഹോണസ്റ്റി, ഏതൊരു വിഷയത്തിലും ടീച്ചർ സത്യസന്ധമായി ഏതൊരു കാര്യം ഡീൽ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ ഈ 12 വർഷത്തെ അനുഭവത്തിനോട് മനസ്സിലാക്കിയതാണ്. അടുത്ത അഫൈബിൾ, അഫൈബിൾ എന്ന മാന്യമായ എല്ലാ രീതിയിലും മാന്യമായ ഇടപാടുന്ന രീതിയുമാണ് ടീച്ചർ കൈവരിച്ചിട്ടുള്ളത്. അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്താണ് ടീച്ചർ ഈ 56 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫാമിലിയിലാണെങ്കിലും താൻ തന്നെ ആയിരുന്നു എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നതെങ്കിലും എല്ലാത്തിലും ടീച്ചർക്ക് പ്രയറാണ് മുഖ്യം. ഏതൊരു കാര്യത്തിലും ആദ്യ പ്രാർത്ഥന. അതിലൂടെയാണ് ടീച്ചർ ഇന്ന് വരെ ഔദ്യോഗികമായ കാര്യങ്ങളും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ടീച്ചർ നിലനിന്നിട്ടുള്ളൂ. പ്രയർ അത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സ്കൂളിന് വേണ്ടിയും പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന വീരം കൂടെയാണ് ഞങ്ങളുടെ അഗളി സ്കൂളിൽ നഷ്ടമാകുന്നത്. എന്തായാലും ടീച്ചറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാത്രമാണ് അട്ടപ്പാടിയിൽ നിന്ന് വിട പറയുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആനകട്ടിയിൽ തന്നെ വീടുണ്ട്. ടീച്ചർ മാക്സിമം അവിടെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാഗർകോവിൽ വീടുണ്ടെങ്കിലും മാക്സിമം ഇവിടെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെയല്ല. ഇനി ശിഷ്ട ജീവിതം ടീച്ചർക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാ സൗഖ്യവും സർവേസിലും നൽകട്ടെ. മകനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടിയും മട്ടത്തുകാട് സ്കൂളിന് വേണ്ടിയും അട്ടപ്പാടിക്ക് വേണ്ടി അഗളി സ്കൂളിന് വേണ്ടിയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഞങ്ങൾ ചോദിച്ചുകൊണ്ട്